ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൂക്കൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മര്യാദയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് ഓടിച്ചാടി പുറപ്പെട്ടതാണ്. നേരത്തെ ഇറങ്ങി 9 മണി 9:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറേ പരിപാടി ചെയ്ത് തീർക്കാണ്ടായിരുന്നു. ബിക്കോസ് അന്ന് നൈറ്റ് ഇത് ഷൂട്ട് ചെയ്ത ദിവസം അന്ന് നൈറ്റ് എനിക്ക് കയറാനുണ്ടായിരുന്നു ഷിഫ്റ്റിൽ. സോ നേരത്തെ തന്നെ ഇനി അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിൽ കയറണം. അതുകൊണ്ട് ചെയ്ത് തീർക്കാവുന്ന പരിപാടികളൊക്കെ രാവിലെ തന്നെ ചെയ്ത് തീർക്കാൻ പപ്പയും ഞാനും ഇറങ്ങി. ആദ്യമേ തന്നെ തുണി തയ്ക്കുന്ന പരിപാടിയായിരുന്നു. ട്രിവാൻഡ്രത്തെ റോഡുകളെല്ലാം ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ്. റോഡാണോ തോടാണോ എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇപ്പം ട്രിവാൻഡ്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല കാര്യത്തിനായിരിക്കും. ഏത് കാലത്ത് നല്ലതാകും എന്ന് തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ മാക്സിൽ പോയി. എനിക്ക് മാക്സിൽ പോയി കഴിഞ്ഞാൽ ഇത് എൻ്റെ ഏരിയ ആണ്, ഫോട്ടോ സെക്ഷൻ ഏരിയ ആണ്. അത് മാക്സ് മാത്രമല്ല, എവിടെ പോയാലും പിന്നെ നമ്മൾ റേമണ്ട്സിൽ പോയി. ആക്ച്വലി പപ്പായ്ക്കൊരു പാൻറ്റിൻ്റെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ പറഞ്ഞ പോലെ പപ്പായ്ക്ക് എല്ലാ തുണിത്തരങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പപ്പയുടെ മനസ്സിലൊരു തുണി ഉണ്ടാവും. ആ തുണി കണ്ടുപിടിക്കുന്ന സമയം അത്രയും അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് കടയിൽ നിന്ന് ഇറങ്ങും. സിമ്പിൾ. എന്തായാലും നല്ല ചൂട് ആകുന്നതിന് മുന്നേ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കയറാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ധൃതി വെക്കുന്നത്. പിന്നെ സോഡ നാരങ്ങ വെള്ളം കുടിച്ച് വീണ്ടും ഈ ചാലയിലോട്ട് കയറുക എന്ന് പറയുന്നത് എൻ്റെ പൊന്നെ ഒരു ധർമ്മ സങ്കടമാണ്. കാരണം എനിക്കൊന്ന് ട്രിവാൻഡ്രം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ചാല മാർക്കറ്റ് ആകാൻ സാധ്യത കൂടുതലാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. കാരണം ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരം ആൾക്കാർ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പല തരത്തിലുള്ള ആൾക്കാർ. മീനിൻ്റെ സ്ഥലം ഞാൻ ഇതൊരു വ്ളോഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് വ്ളോഗായിരിക്കും. ഈ മീനിൻ്റെ, അതായത് ഇതെന്ത് മീനാണെന്നൊക്കെ ഉള്ളതൊക്കെ ഞാനൊരു സെക്കൻഡ് വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കാണണം കേട്ടോ. ഞങ്ങൾ മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചിങ്ങനെ വരികയാണ്. ആക്ച്വലി ഇപ്പം 10:54 സമയമായി കാണണം. കാരണം ആ സമയത്തൊക്കെയാണ് ട്രിവാൻഡ്രം സിറ്റി കുറച്ചും കൂടെ ഇങ്ങനെ ഉണർന്ന് കാര്യക്ഷമമായിട്ട് ആൾക്കാർ പുറത്തിറങ്ങുന്ന ഒരു സമയം. സാധാരണക്കാരൻ അവനവൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയം ഈ സമയമായിരിക്കണം. കാരണം ഇഷ്ടം പോലെ കാറും മനുഷ്യന്മാരും ഒക്കെ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ ആശുപത്രി, അത് ഇവിടുത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റൽ തന്നെയാണ്. എൻ്റെ പപ്പായുടെ ഡോക്ടറാണ്, ഡോക്ടർ കണ്ണിൻ്റെ പുള്ളിക്കാരൻ്റെ പേരും ആൽബിൻ. സോ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഫ്രൂട്ട് സലാഡ്. ഇതൊരു 1.5 ഐറ്റം കേട്ടോ. അതെച്ചാൽ ഇത് ബദാം മിൽക്കുണ്ട്, റോസ് മിൽക്കുണ്ട്, ഫ്രൂട്ട് സലാഡ്, വെറുതെ സിമ്പിൾ ഫ്രൂട്ട് സലാഡുണ്ട്, മിക്സഡ് ഫ്രൂട്ട് സലാഡുണ്ട്. അങ്ങനെ കുറേ ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു ശേഖരം തന്നെ. അവിടുന്ന് ഫ്രൂട്ട് സലാഡെല്ലാം കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ പപ്പായ്ക്കൊരു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പാൻറ്റിൻ്റെ തുണി വാങ്ങിച്ചു എന്ന്. മനസ്സിന് ഇഷ്ടപ്പെട്ട പാൻറ്റിൻ്റെ തുണിയും അത് മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾ തയ്ച്ചാൽ മാത്രമേ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നൈറ്റ് പോകണം. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. വാഴച്ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. വാഴച്ചെടി നാട്ടുമ്പുറങ്ങളിൽ മാത്രം കാണുന്നൊരു സാധനമാണ് വാഴച്ചെടി. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ കണ്ടു. ഇഷ്ടംപോലെ വാഴച്ചെടികളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഇൻട്രോ വീഡിയോ ഞാൻ എടുത്തില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇതോ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ സോളുവിനെ മേയാൻ വിട്ടിരിക്കുകയാണ്. മേയാൻ കാണിച്ചു നിൽപ്പുണ്ട്. സോളു മേഞ്ഞ് തിരിച്ച് കയറുന്ന സമയത്ത് ഞാനും കയറും. ഇല്ലെങ്കിൽ ഗേറ്റ് ആരെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ആശാൻ PWയുടെ സ്വത്തായി മാറും. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ വിശേഷങ്ങളില്ല. മുന്നേ പറഞ്ഞ പോലെ നൈറ്റ് ഷിഫ്റ്റ് കയറണം. സോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് പുതിയ കണ്ടൻറ്റുകളായിട്ട് മാക്സിമം വരാൻ ശ്രമിക്കുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ കണ്ടൻറ്റുകൾ ഓർത്തെടുക്കാനും ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല.
സമയപരിധിയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.